ഉധംപൂരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടാകുന്ന മൂന്നാമത്തെ ഭീകരാക്രമണ ശ്രമമാണിത്. കരസേനാ ഉദ്യോഗസ്ഥരും ജമ്മുകാശ്മീർ പോലീസും ചേർന്നാണ് ഭീകരരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ നാവികാഭ്യാസം പ്രഖ്യാപിച്ചു. മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നടത്തിയേക്കുമെന്ന് സൂചനയുണ്ട്. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ടുണ്ട്. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗ്രാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച സർവകക്ഷി യോഗം വിളിക്കാൻ കേന്ദ്ര സർക്കാർ. പാർലമെന്റ് അനക്സിൽ വൈകുന്നേരം 6 മണിക്ക് യോഗം ആരംഭിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യോഗത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും. കോൺഗ്രസ് അടക്കം എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലെയും നേതാക്കളെ യോഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. DMK, TMC, TTP, ശിവസേന, JDU, RJD പാർട്ടികളിലെ നേതാക്കളും പങ്കെടുക്കും. അതേസമയം ഭീകരാക്രമണത്തിന്റെ വിശദാംശങ്ങളും സ്വീകരിച്ച തുടർ നടപടികളും യോഗത്തിൽ വിശദീകരിക്കും. കേന്ദ്ര മന്ത്രിസഭാ സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ സർക്കാർ എല്ലാ പാർട്ടികളുടെയും യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്നാഥ് സിംഗും വിവിധ പാർട്ടികളുടെ നേതാക്കളുമായി സംസാരിക്കും. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തമായതോടെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണെന്നാണ് സൂചന. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്താൻ കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പാകിസ്ഥാൻ ബന്ധം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം വിലയിരുത്തി. പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനമെടുത്തതായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി വ്യക്തമാക്കിയിരിക്കുകയാണ്. സുരക്ഷാ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ പോരാടുമെന്നാണ് ഇവർ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ചാണ് സൈന്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഭീകരാക്രമണത്തിൽ മരിച്ച മലയാളി രാമചന്ദ്രന്റെ സംസ്കാരം നാളെ എറണാകുളത്ത് വെച്ച് നടക്കും. ഇന്നലെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എറണാകുളത്ത് എത്തിച്ചിരുന്നു. അതേസമയം ഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിൽ ഭീകരരുമായി സൈന്യം നടത്തിയ ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികന് വീരമൃത്യു. ഉധംപൂർ ബസന്ത്ഗഡിലെ ദൂര മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരരുടെ താവളം കണ്ടെത്തി സൈന്യം അവരെ വളഞ്ഞതായും കനത്ത ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയുമാണെന്നാണ് റിപ്പോർട്ട്. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ സൈനികനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. CRPFും ജമ്മു കാശ്മീർ പോലീസും കരസേനയും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനാണ് നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച ഏറ്റുമുട്ടലിന് ഓപ്പറേഷൻ ബർലിഗലി എന്നാണ് പേരിട്ടിരിക്കുന്നത്.